നമസ്കാരം. അമേരിക്ക ഇറാനു മേലെ വളരെ കർശനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഇപ്പൊ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അത് ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞെങ്കിലും വീണ്ടും കയറ്റി വെച്ചു കൊടുത്തിരിക്കുകയാണ്. കൂടാതെ അമേരിക്കൻ നേവി കടലിൽ ഹോർമൂസിലൊക്കെ കടുത്ത നിരീക്ഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇറാന്റെ എണ്ണ എങ്ങോട്ടും പോകരുത്, ഇറാൻ പട്ടിണി കിടന്ന് ചാകണം. എന്നാൽ ഈ പ്രതിസന്ധിയൊക്കെ മറികടന്ന് ഇവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇറാൻ ഒരു രഹസ്യ ഓപ്പറേഷൻ വിജയകരമായി നടത്തിയ വാർത്തയാണ് ഇപ്പോ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നതും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതും. ലോക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഈ നീക്കം ഒരു മാസ്റ്റർ പീസ് അഥവാ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായി മാറിയിരിക്കുകയാണ്. ഈ സാഹസിക നീക്കത്തിലൂടെ ഇറാൻ ലക്ഷക്കണക്കിന് ടൺ ക്രൂഡ് ഓയിൽ ചൈനയിലേക്ക് രഹസ്യമായി കടത്തി. ഇത് അമേരിക്കയും അവരുടെ വൻ സൈനിക ശക്തിയെയും ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. ലോകത്തെ വൻ ശക്തികൾക്കിടയിൽ നടക്കുന്ന തന്ത്രപരമായിട്ടുള്ള കളികൾ എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. കടുത്ത ഉപരോധങ്ങൾ, അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ, ഈ യുദ്ധങ്ങൾക്കിടയിൽ സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തളർന്നു പോകാതെ നിലനിർത്താൻ ഇറാൻ മികച്ച സാമ്പത്തിക ആസൂത്രണം നടത്തിയതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇറാന്റെ തന്ത്രപൂർവ്വം, അതായത് ബുദ്ധിപൂർവമായിട്ടുള്ള ഈ ഒരു പ്ലാനിങ് ലോക രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ അവരുടെ ഓയിൽ ടാങ്കറുകൾ സാധാരണ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതയുണ്ടല്ലോ, അതുവഴിയല്ല കൊണ്ടുപോയത്. ഈ വലിയ ഓപ്പറേഷൻ നടപ്പിലാക്കാൻ വേണ്ടി അവർ ഒരു ഷാഡോ ഫ്ലീറ്റ്, ഒരു നിഴൽ കപ്പൽ പട രൂപീകരിക്കുകയാണ്. ഈ കപ്പലുകളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അവരങ്ങോട്ട് മറച്ചും വെച്ചു, വ്യാജരേഖകൾ നിർമ്മിച്ചു, കപ്പലുകളുടെ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ മനഃപൂർവ്വം ഓഫാക്കി വെച്ചു. അതായത് എല്ലാ തന്ത്രങ്ങളിലൂടെയും അമേരിക്കയുടെ നിരീക്ഷണത്തെ പൂർണ്ണമായി എങ്ങനെ വെട്ടിച്ച് കടന്നു പോകാം അതെല്ലാം അവർ ചെയ്തു. അത് മാത്രമല്ല, ഇവർ കപ്പലുകളിൽ കൊണ്ടുപോകുമ്പോൾ ഒരൊറ്റ പോക്ക് പോകല്ല, അവർ കപ്പലുകളിൽ നിന്ന് കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ ഈ ക്രൂഡ് ഓയിൽ കടത്തിയത്. അതായത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത കടൽ ഭാഗത്ത് വെച്ച് ഓയിൽ ഒരു കപ്പലിൽ നിന്നും മറ്റു കപ്പലിലേക്ക് മാറ്റി നിറയ്ക്കുന്നു. അതിനുശേഷം ഈ ഓയിൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ഇറാന്റെ ലോജിസ്റ്റിക് രംഗത്ത് ഏറ്റവും മികച്ച കഴിവിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നീക്കം എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഷിപ്പിംഗ് കമ്പനികളുടെ ഉടമസ്ഥാവകാശം, അതാണ് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഒരു തരത്തിലും പിടികൊടുത്തില്ല. ഷിപ്പിംഗ് കമ്പനികളുടെ ഉടമസ്ഥാവകാശം പലതവണ മാറ്റി നിശ്ചയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് ട്രാക്ക് ചെയ്യാൻ യുഎസിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ ബുദ്ധിമുട്ടേണ്ടി വന്നു. അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർക്ക്. ചൈനയിലുള്ള വലിയ റിഫൈനറികളിൽ സുരക്ഷിതമായിട്ട് ഈ ക്രൂഡ് ഓയിൽ എത്തി. ഈ രഹസ്യ ഓയിലിന്റെ പ്രധാന വാങ്ങലുകാർ ചൈനക്കാരാണെന്ന് നമുക്കറിയാം. അതായത് ഇറാന്റെ ഏറ്റവും വലിയ വാങ്ങലുകാർ ചൈനക്കാരാണ്. ഏകദേശം 5 മുതൽ 6 ബില്യൺ ഡോളർ വരെയുള്ള മൂല്യമുള്ള ക്രൂഡ് ഓയിലാണ് ഈ രീതിയിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കയറ്റുമതി ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഒരു വലിയ തുക ഇറാനിലേക്ക് ലഭിച്ചതുവഴി ഈ ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഒട്ടും തന്നെ തകരാതെ പിടിച്ചു നിർത്താൻ ഇറാന്റെ ഭരണകൂടത്തിന് സാധിച്ചു എന്ന് മനസ്സിലാക്കണം. ഇറാന്റെ തകർന്ന തരിപ്പണമാകാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സും അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ പെടാപ്പാട് മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടിയാണ് അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് 6 ബില്യൺ ഡോളറിന്റെ ക്രൂഡ് ഓയിൽ ഇറാൻ കയറ്റുമതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ചൈനയുമായി ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള ഈ രഹസ്യ ബന്ധം ഈ നമ്മുടെ ഭൂമിയിൽ ഇന്നത്തെ രാഷ്ട്രീയ സന്തുലനത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചിട്ടുണ്ട്. അതായത് എല്ലാം തകിടം മറിച്ച് കളഞ്ഞു. ചൈനയുടെ ഏറ്റവും വലിയ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റാൻ ഇറാന്റെ നീക്കം അവരെ സഹായിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് യുദ്ധമൊന്നും ഒരു പ്രശ്നമേ ആയില്ല. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിഷയമുണ്ടായില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണത്തിന്റെ മികച്ച ഉദാഹരണമായിട്ടാണ് ഈ സംഭവത്തെ ഇന്ന് ലോകം കേട്ടറിഞ്ഞ ഈ ലോകം ഇന്ന് ചിന്തിക്കുന്നത്. US നേവിയുടെ കർശനമായ ബ്ലോക്കേഡ്, അത്യന്താധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാൻ ഇറാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ വളരെ വലുതാണ്. അതായത് അവർ ശക്തി ഉപയോഗിച്ച് കളിക്കുമ്പോൾ ഇറാൻ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നു. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇത് ഇറാനെ പൂട്ടാൻ നിൽക്കുന്ന സകലരെയും, അവരുടെ ശത്രുക്കളെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. കപ്പലുകളുടെ ഓണർഷിപ്പ് അടിക്കടി മാറ്റുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അതുപോലെ വ്യാജ ഷിപ്പിംഗ് കമ്പനികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിന്തിക്കൂ? കടലിന്റെ നടുക്ക് വെച്ചിട്ട് ഓയിൽ ഒരു കപ്പലിൽ നിന്ന് വേറൊരു കപ്പലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിന്തിക്കൂ? അങ്ങനെയുള്ള സങ്കീർണ രീതികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അമേരിക്കയൊന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിൽ അവർ ആ പദ്ധതികൾ ഉപയോഗിച്ചു. ഫലപ്രദമായിട്ട് അവരുടെ ലക്ഷ്യം അവർ നിറവേറ്റി. അവർ വളരെ കാലമായി ഈ തന്ത്രപരമായിട്ടുള്ള ഗെയിം വളരെ വിജയകരമായിട്ട് കളിച്ചു വരികയായിരുന്നു എന്ന് വേണം കരുതാൻ. അതായത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് ഉപരോധം നടന്നാലും എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും അവരുടെ എണ്ണ കച്ചവടത്തിൽ യാതൊരു ഇടിവും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കണം. അതായത് ഇറാനുമായി കളിക്കാൻ തയ്യാറായിരുന്ന, യോജിച്ചു നിൽക്കാൻ തയ്യാറാവുന്ന ഒരു രാജ്യത്തിനും, ഒരുപക്ഷെ ഈ കളി മനസ്സിലായിട്ടുള്ള ഒരാൾക്കും
എണ്ണ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതറിയാത്ത അമേരിക്ക പൊട്ടനായി അവിടെ ഇരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ ഒരു ഓപ്പറേഷൻ വെറും ഒരു ഓയിൽ കടത്തിൽ മാത്രമല്ല, ഒരു രാജ്യം അവരുടെ അതിജീവനത്തിനായി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ കഥ കൂടിയായിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള അതീവ സങ്കീർണവും അപകടം നിറഞ്ഞതുമായുള്ള മേഖലകളിൽ അവർ വലിയ റിസ്ക് എടുത്തില്ല. പകരം അവിടെയെല്ലാം ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാൻ അവർ ശ്രദ്ധിച്ചു എന്നത് അവരുടെ ആസൂത്രണ മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. ഈ സംഭവം മറ്റൊന്നുകൂടി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസാണ്, ലോക രാജാവാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ രാജാവിന്റെ ഉപരോധ നയങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പരിമിതികളെ ലോകത്തിന് മുന്നിൽ എടുത്ത് തുറന്നിട്ടിട്ടാണ് വലിച്ചു പൊട്ടിച്ചിടുന്നതാണ് കാണിക്കുന്നത്. ഒരു ഉപരോധം, അമേരിക്ക എന്ത് ഉപരോധം, ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം, ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും അമേരിക്കക്ക് ഈ എണ്ണ ഒഴുക്ക് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവർ ലോകശക്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത്യന്താധുനിക എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. ഒരു രാജ്യം ഇത്രയും വലിയ തോതിൽ ഓയിൽ കയറ്റുമതി ചെയ്യുന്നത് തടയാൻ കഴിയാത്ത വാഷിംഗ്ടണിന് ഏറ്റവും വലിയ തിരിച്ചടിയാണത്. കാരണം അവരുടെ ഉപരോധത്തിലാണ് ഒരു തുള്ളി എണ്ണ ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് $6 ബില്യൺ ക്രൂഡ് ഓയിൽ ചൈനയിലേക്ക് എത്തുന്നത്. ചൈനയും ഇറാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നാണ്. അതും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. US ചൈനയും തമ്മിൽ വലിയ മത്സരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ. അതിനിടയിൽ ഇറാൻ വളരെ തന്ത്രപരമായിട്ട് ചൈനയുടെ പിന്തുണ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ലോക രാഷ്ട്രീയത്തിലെ വൻശക്തികൾ തമ്മിലുള്ള മത്സരത്തില് സാമ്പത്തിക തന്ത്രങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുന്നുണ്ട്. ഇറാൻ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ധൈര്യം, ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കങ്ങൾ, അതൊക്കെ ഭാവിയിൽ മറ്റു പല രാജ്യങ്ങൾക്കും ഒരു മാതൃകയായിട്ട് മാറാം. കാരണം ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അത് നോക്കിക്കണ്ട് നിലവിളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ അവരുടെ രാജ്യത്തെ പിടിച്ചു കയറ്റാൻ അവർക്ക് പറ്റും. വൻ ശക്തികളുടെ ഉപരോധങ്ങൾക്കെതിരെ ബദൽ മാർഗങ്ങൾ തേടുന്ന രീതി ഇനി വരും കാലങ്ങളിൽ കൂടുതൽ സാധാരണമാകാൻ സാധ്യതയുണ്ട്. കാരണം അത് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിട്ടുണ്ട്. ഈ രഹസ്യ ഓപ്പറേഷൻ ലോകരാജ്യങ്ങൾക്ക് വലിയൊരു പാഠം കൂടി നൽകുന്നുണ്ട്. കേവലം സൈനിക ശക്തിയുടെ ബലം മാത്രം പോരാ, മറിച്ച് തന്ത്രപരമായിട്ടുള്ള ബുദ്ധി, കൃത്യമായ ആസൂത്രണം, അത് നടപ്പിലാക്കാനുള്ള ഒരു മികവ്, യുദ്ധങ്ങളിലും സാമ്പത്തിക യുദ്ധങ്ങളിലും ഒക്കെ വിജയം നിർണ്ണയിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. ഇറാൻ അതിവിജയകരമായി നടത്തിയിട്ടുള്ള ഈ സൂപ്പർ ഹിറ്റ് ഭൂരാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായം എക്കാലവും ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അമേരിക്കയുടെ ശ്രദ്ധ തിരിച്ചുവിട്ട ഈ ഒരു വലിയ നീക്കം ഇനിയും പുറത്തു വരാത്ത പല രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാമായിരിക്കും. ലോകരാജ്യങ്ങൾ ഇനി കൂടുതൽ ജാഗ്രതയോടെ ആയിരിക്കും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലെ ഇത്തരം നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ലോകത്തെ ഏക ധ്രുവ ലോകക്രമം അവസാനിച്ചുവെന്ന് ഈ ഒരു സംഭവം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. അതായത് ഏകീകരിച്ചുള്ള പരിപാടിയൊന്നുമില്ല. ചൈനയെ പോലെ അതിവേഗം വളർന്നു വരുന്ന വൻ ശക്തികളുടെ പിന്തുണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ചെറിയ രാജ്യങ്ങൾക്കും ആ വൻ ശക്തികളെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ലോകത്ത് നടക്കാൻ പോകുന്ന ഊർജ്ജ യുദ്ധങ്ങൾ കൂടുതൽ സങ്കീർണവും അല്ലെങ്കിൽ പ്രവചനാതീതവുമായിരിക്കുമെന്ന സൂചനയാണ് ഈ ഒരു ഓപ്പറേഷൻ നൽകുന്നത്. ഏതായാലും ട്രംപണിന് ഇത് ഏറ്റവും വലിയ നാണക്കേടാണ്. ഒരു തുള്ളി എണ്ണ പോലും ഇറാനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകില്ല എന്ന് വാശി പിടിച്ച ട്രംപിന്റെ അണ്ണാക്കിലൊക്കിൽ തിരിയിട്ട് അമിട്ടിട്ട് കത്തിച്ച പോലെയാണ് ഈ വാർത്ത ട്രംപ് കേൾക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.